ഡിയർ സ്റ്റുഡൻസ്, നമ്മളുടെ എല്ലാവരുടെയും വലിയൊരു കൺസേൺ ആണ് വിസ റിജക്ഷൻ അല്ലേ? അപ്പോൾ വിസ റിജക്ഷൻ എങ്ങനെ ഒഴിവാക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ടോപ്പിക്. നമ്മൾ സ്റ്റഡി അബ്രോഡിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻസ് ചെയ്യുന്നു, ഡോക്യുമെന്റേഷൻ എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്, വിസയ്ക്ക് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ പ്രിപ്പറേഷൻസും ചെയ്യുന്നുണ്ട്, എന്നിട്ടും റിജക്ഷൻ കിട്ടുന്നു. എന്തുകൊണ്ടായിരിക്കാം വിസ റിജക്ഷൻ വരുന്നത്? 4 റീസൺസ് ആണ് വരുന്നത്. ഫസ്റ്റ് വരുന്നത് സ്റ്റുഡന്റ് മോട്ടിവേഷൻ, അതായത് കുട്ടി അവിടെ പോകുന്നത് പഠിക്കാനാണെന്നുള്ള ഫീല് എംബസിക്ക് വരാത്തത് കൊണ്ട്. പിന്നെയുള്ളത് ഫിനാൻഷ്യൽ എന്ന് പറയുമ്പോൾ കുട്ടിക്ക് അവിടെ പോയി ജീവിക്കാനുള്ള ഫണ്ട് കയ്യിലില്ല എന്ന് തോന്നുമ്പോൾ. മൂന്നാമത്തെ കാര്യം വരുന്നത് ഇൻകം സോഴ്സ് ക്ലിയർ ഇല്ലാത്തത് കൊണ്ട്. നാലാമത്തെ കാര്യമാണെങ്കിലോ സ്റ്റുഡന്റ് എംബസി ഇന്റർവ്യൂ പ്രോപ്പറായി ക്ലിയർ ചെയ്യാത്തത് കൊണ്ട്. അപ്പോൾ ഒരു ഏജൻസി എന്ന നിലയ്ക്ക് വിസ ചാൻസസ് കൂട്ടിക്കൊണ്ടുവരാനാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായി ഇപ്പൊ തന്നെ കോൺടാക്ട് ചെയ്യില്ലേ ഗ്ലോബൽ സ്റ്റേ സ്റ്റഡി അബ്രോഡ്.